അത് ഞാൻ അന്വേഷിച്ചു. വിതുരയ്ക്കടുത്ത് എവിടെയാണെന്നാ മനസ്സിലായത്. ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ? അത് പറയാൻ വേണ്ടിയിട്ടാ ഞാനിപ്പോ വിളിച്ചത്. നാളെ രാവിലെ ഇടമറ്റത്തേക്ക് പോവാന്നാ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. അത് തന്നെയാ നല്ലത്. വിതുരയ്ക്ക് അടുത്താവുമ്പോ രാവിലെ പോയാ വൈകുന്നേരത്തിന് മുമ്പ് തിരിച്ചു വരികയും ചെയ്യാം. ആ, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാനും കൂടി വരാം. എങ്കിൽ എനിക്കത് വലിയൊരു ഉപകാരമായിരിക്കും. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, നാളെ രാവിലെ നേരെ ഇങ്ങോട്ട് പോര്. ഇവിടുന്ന് ഒരു ടാക്സി പിടിച്ച് നമുക്ക് ഒരുമിച്ച് പോവാം. പക്ഷേ ഇത്രയും ദൂരം പോവാൻ ഇവിടുന്ന് എന്ത് പറഞ്ഞ് ഞാൻ ഇറങ്ങുന്ന? രാവിലെ മോളെ സ്കൂളിൽ വിടാൻ പറ്റുവാണോന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയാ മതി. വിതുരയ്ക്ക് അടുത്തല്ലേ, സ്കൂൾ ടൈമിന് മുമ്പ് പോയിട്ട് തിരിച്ചു വരികയും ചെയ്യാം. തന്റെ വീട്ടിൽ ആർക്കും ഒരു സംശയം തോന്നുകയില്ല. ശരി മാഡം, ഞാൻ എന്തായാലും ഒന്ന് ആലോചിക്കട്ടെ. എന്തായാലും രാവിലെ ഇടമറ്റത്തേക്ക് പോകുന്ന കാര്യത്തിൽ ഇനി ഒരു മാറ്റവും ഇല്ല. ശരി. പറയമ്മ, ഞാനും എന്റെ അമ്മയെ പോലെ ആവില്ലേ? നിന്റെ അമ്മയെ പോലെ അല്ല, എന്നെ പോലെ. ഈ അവന്തികയെ പോലെ ആവും നീ. അതെന്താ? അമ്മ തന്നെയല്ലേ എന്റെ അമ്മ? അല്ലേ അമ്മേ? അമ്മ തന്നെയല്ലേ എന്റെ അമ്മ? അതെ. അല്ലെന്ന് ആരാ നിന്നോടിപ്പൊ പറഞ്ഞത്? അമ്മ തന്നെയല്ലേ ഇപ്പൊ പറഞ്ഞത്? ഞാനെന്താ പറഞ്ഞത്? അവന്തിയെ പോലെ, അതായത് എന്നെ പോലെ തന്നെ ആവുന്നല്ലേ, അതായത് അമ്മയെ പോലെ. സ്കാവഞ്ചേഴ്സും ടാക്സി ഡ്രൈവേഴ്സും ഒക്കെ ആയിട്ടേ കൂട്ടുകൂടുന്നോണ്ടാ നിനക്ക് ഈ കൺഫ്യൂഷൻസ് ഒക്കെ. വി ആർ എലീറ്റ്, ഭരിക്കാനായി പിറന്നവർ. അവരുമായിട്ടൊന്നും നമുക്കൊരു കമ്പനിയും വേണ്ട. സച്ചിയെങ്കിലും ടാക്സി ഡ്രൈവർ അല്ലേ അമ്മ? എനിക്കൊരു അപകടം ഉണ്ടായപ്പോ ആ അങ്കിളല്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്? നിനക്ക് ഈ ലോകത്തെ പറ്റി എന്തറിയാം? അതൊക്കെ നമ്മുടെ കയ്യിലെ പണം കണ്ടിട്ടാ മോളെ. എന്നിട്ട് അമ്മ പണം കൊടുത്തിട്ട് സച്ചിയങ്കിള് വാങ്ങിച്ചില്ലല്ലോ? വാങ്ങിച്ചില്ലെങ്കി അവന് മറ്റെന്തെങ്കിലും ലക്ഷ്യം കാണും. മോളുടെ സ്നേഹം പിടിച്ചു പറ്റിയിട്ട് മോളെ തട്ടിക്കൊണ്ടുപോയി റാൻസം മണി വാങ്ങാമെന്നോ, അല്ലെങ്കിൽ ഭിക്ഷക്കാർക്ക് വിറ്റ് കൂടുതൽ പണം വാങ്ങാമെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ. അങ്ങനെയൊക്കെ ചെയ്യൂ? ചെയ്യും. ഈ ലോകത്തെ എല്ലാ ബന്ധങ്ങളും പണത്തിന് വേണ്ടിയാ. നമ്മൾ അടിക്കുമ്പോ ചിലര് നിന്ന് കൊള്ളുന്നത് എന്തുകൊണ്ടാണെന്നാ വിചാരിച്ചിരിക്കുന്നെ? നമ്മളോട് ദേഷ്യമില്ലാഞ്ഞിട്ടോ അവർക്ക് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടോ അല്ല. നമ്മുടെ കയ്യിൽ പണമുണ്ട്, അതിനുവേണ്ടി അവരെന്തും സഹിക്കും. അത്രയേ ഉള്ളൂ കാര്യം. എല്ലാ ബന്ധങ്ങളും പണത്തിന് വേണ്ടിയാണോ? അതിനു മീതെ പറക്കില്ല ഒരു പരുന്തും. അപ്പോ ഞാനും അമ്മയായിട്ടുള്ള ബന്ധു? നിനക്ക് എന്താ ചിപ്പി കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാവാത്തത്? വരുന്നില്ലെങ്കി വരണ്ട, ഇതൊരു പരീക്ഷണമല്ലേ. ചിലപ്പോ അതങ്ങ് വിജയിക്കും, അല്ലെങ്കിൽ പരാജയപ്പെടും. പിന്നെ എന്തെങ്കിലും ഒന്ന് ശ്രമിച്ചാലല്ലേ രണ്ടിലൊന്നും അറിയാൻ പറ്റൂ. നീ എന്തിനാ ഇതൊക്കെ പറഞ്ഞ അമ്മയുടെ ആത്മവിശ്വാസം ഇല്ലാതാക്കുന്നേ? എത്രയോ സ്ഥലങ്ങളില് വലിയ തിരക്കുള്ള പഴങ്ങഞ്ഞി കടകളുണ്ട്. രാവിലെയും വൈകുന്നേരവും നല്ല കഞ്ഞി തേടി പോകുന്ന ആളുകള് എത്രയാന്നറിയോ? അതൊക്കെ അങ്ങ് ടൗണിലാ. കുറച്ചു ദിവസം ചിക്കനും മട്ടനും ബീഫും ഒക്കെ കഴിച്ചു കഴിയുമ്പോഴേ ആളുകൾക്ക് എന്തേലും മാറി കഴിക്കണമെന്ന് തോന്നും. അല്ലാതെ നമ്മുടെ ഈ സ്ഥലത്ത് ഇതൊന്നും വിജയിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലല്ലോ. നമുക്ക് കഴിക്കാനുള്ളത് മാത്രമേ ഉണ്ടാക്കി വെച്ചിട്ടുള്ളൂ.
നമുക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് വിൽക്കാനുള്ളതൊന്നും അല്ലല്ലോ. നീ പറഞ്ഞത് ശരിയാ. ഇതിപ്പം വിൽക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയതല്ല. നമുക്കുണ്ടാക്കിയ ഈ ഭക്ഷണം കൊണ്ട് ആരെങ്കിലും കഴിക്കാൻ വേണ്ടി വരുമോ എന്ന് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുന്നതാ. നമ്മളിപ്പോ ഇവിടെ എത്ര പേരുണ്ട്? 9 പേര്. ആ 9 പേർക്കുള്ള പഴങ്കഞ്ഞി മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇപ്പൊ ആരെങ്കിലും ഒരാള് പഴങ്കഞ്ഞി കുടിക്കാൻ വന്നിരിക്കട്ടെ, ഞാൻ എന്റെ പഴങ്കഞ്ഞി അങ്ങ് വേണ്ടെന്ന് വെക്കും. അപ്പോ 2 പേര് വന്നാലോ? ഞാനും നീയും വേണ്ടാന്ന് വെക്കും. ഞാനോ? പറ്റില്ലേ? നിനക്ക് കുറച്ചു നേരം പട്ടിണിയിരിക്കാൻ പറ്റില്ലേ? പറ്റും. അതിനെന്താ? ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? ആ താനേ ഒരു ഷോപ്പിംഗ് കഴിഞ്ഞ് പതിയെ എങ്ങ് വന്നാ മതി. കഴിഞ്ഞില്ലേ മോളെ? എപ്പോഴേ കഴിഞ്ഞു. വാ പോവാം. ആ വാ. വാ അമ്മേ. എനിക്ക് വരട്ടെ അമ്മേ. അമ്മയ്ക്ക് ഒരു ടെൻഷനും ഇല്ലേ? ഞാൻ ടെൻഷൻ അടിച്ചിട്ട് എന്താ കാര്യം? എന്തൊക്കെ സംഭവിക്കണമെന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അമ്മേ, അവള് സ്കൂളിലൊന്നും പോകുന്നതല്ല. അത് നമ്മളെ വിശ്വസിപ്പിക്കാനുള്ളൊരു മറയാ. അവള് പോകുന്നതേ ഇടമറ്റത്തെ ഓർഫനേജിലേക്ക് തന്നെയാ. നമ്മൾ ടെൻഷൻ അടിച്ചാലും ഇല്ലെങ്കിലും സംഭവിക്കാനുള്ളത് സംഭവിക്കും.